ഹലോ മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീമത് സാറും ശ്രീ സാറുമാണ്. യെസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സ്കൂളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാർക്കൊന്നും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല സന്തോഷത്തിലാണ്, ചില ആൾക്കാർ സങ്കടത്തിലാണ്. പിന്നെ അവരൊക്കെ എന്ത് ചെയ്യാന്ന് അറിയോ, Yes. ഈ പറയുന്ന നമ്മളെ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഏതൊക്കെ സ്കൂളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അഡ്മിഷൻ കിട്ടാത്തവരും നിങ്ങളത് കമന്റ് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വിഭാഗം ഉണ്ടാവും, ഒരു പകുതി സന്തോഷവും പകുതി സങ്കടമുള്ള ആൾക്കാർ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആൾക്കാരുണ്ട്, കിട്ടാത്ത ആൾക്കാരുണ്ട്. ഈ കിട്ടിയ ആളുകൾ തന്നെ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം, നമ്മൾ വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറേ സ്കൂളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ സ്കൂളുകളൊക്കെ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ സ്കൂളുകളിൽ ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഫുൾ A+ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 9A+, 8A+ കിട്ടിയ കുട്ടികളൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ ചിലപ്പോൾ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ട ഒരു കാര്യം. അതെ. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് സയൻസ് ആണെന്ന് വിചാരിച്ചോ. ബിക്കോസ് നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒക്കെയാണ് ആഗ്രഹം. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ 6ാമത്തെയോ 7ാമത്തെയോ ഒക്കെ ആയിട്ട് കൊടുത്ത കൊമേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം എന്താണ്, സയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും, അയ്യോ എനിക്കിനിപ്പോൾ സയൻസ് കിട്ടൂലേ, ഞാൻ ആകെ കുടുങ്ങിയോ എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? പിന്നെന്താണ് ഇവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു വിഷയം, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും. കഷ്ടപ്പെട്ട് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും. രാവിലെ പകലൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടും അഡ്മിഷൻസ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ട് കഴിഞ്ഞിട്ടും ഞാൻ പ്രതീക്ഷിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ അടുത്തിട്ടുള്ള എല്ലാ ഫുൾ A+ കിട്ടിയ കുട്ടികളും ആ സ്കൂളിൽ ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ തന്നെ അത്രയും ഓപ്ഷൻസ് ഉണ്ടാവില്ല, അത്രയും സീറ്റുകൾ അവിടെ ഉണ്ടാവില്ല. എന്നിട്ട് ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടുമുണ്ട്. കൂടാതെ ഈ പറയുന്ന ഫുൾ A+ കിട്ടിയിട്ടും കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. അതായത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് എന്താ അഡ്മിഷൻ കിട്ടാത്തത് എന്ന ആശങ്കകളിലൂടെ ആയിരിക്കും കുറെ കുട്ടികൾ പോകുന്നത്. ആയിട്ടുണ്ടാവും അല്ലേ? കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. കൂടാതെ ഇനിയിപ്പോൾ അലോട്ട്മെന്റ് വന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൂടാതെ അതിൽ നമുക്ക് ഓപ്ഷൻസിന് റീഅറേഞ്ച്മെന്റുകൾ നടത്തേണ്ട ആവശ്യമുണ്ടോ, കൂടാതെ എന്തൊക്കെയാണ് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നമ്മൾ ടെമ്പററി ആയിട്ടാണോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം കൂടിയുണ്ട്, അതുകൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതായത് ഇപ്പം സയൻസ് കിട്ടണം എന്ന് ആഗ്രഹിച്ച ഒരാൾക്ക് കൊമേഴ്സ് കിട്ടുന്നു, അവർ ആ സ്കൂളിൽ കിട്ടിയ സ്കൂളിൽ തന്നെ പെർമനന്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് സ്കൂളുകൾ മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അവർ പെർമനന്റ് ആയിട്ട് ഞാൻ കൊമേഴ്സ് എടുക്കുകയാണ്, ഞാൻ കൊമേഴ്സ് പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹങ്ങളൊക്കെ ഒരിക്കലും അത് മണ്ടത്തരമാണ്, അത്രയും മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും സീറ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഇവിടുന്ന് കിട്ടും. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ എന്നാലും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നാളെ കൃത്യം 7 മണിക്ക് നമ്മളെ അസ്ലം സാർ വരുന്നുണ്ട്. നാളെ 4-ാം തീയതി മറക്കേണ്ട 7:30 മണിക്ക് അസ്ലം സാർ എത്തുന്നുണ്ട്. അപ്പോൾ സാറ് വരുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ഇതിന്റെ താഴത്തായിട്ട് കമന്റ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് കയറുമ്പോൾ ഈസി ആയിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിപ്പോൾ ഇതിനകത്ത് കമന്റ് ചെയ്തു, സാർ അത് വായിച്ചിട്ട് സാർക്ക് ഇതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ ഇതിന്റെ സൊല്യൂഷനുകൾ നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ പറയുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെല്ലാവരും അറിയട്ടെ ഇങ്ങനെ വീഡിയോ വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇതേപോലത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. സോ മറക്കാതെ എല്ലാവരും എന്ത് ചെയ്യാം, ലൈവിലെത്താം. നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. ബൈ.